എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ, അതായത് നമ്മൾ ഇൻ്റർനെറ്റ് മൊത്തം യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഭയങ്കര വൈറലായിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സുകൾ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു, അതായത് യൂസ് ചെയ്തിട്ട് നല്ല വെർത്തായി തോന്നിയോ അല്ലെങ്കിൽ അത് വാങ്ങിയിട്ട് വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സുകളാണ് നമ്മളിന്ന് വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. ഇങ്ങനത്തെ കുറേ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ഇന്ന് കാണിക്കുന്ന പ്രോഡക്ട്സുകൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാനിത് 2 ഭാഗമായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അതായത് പാർട്ട് 1 പാർട്ട് 2 എല്ലാം കൂടി ഒരു വീഡിയോയിൽ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷൻ ആകും. അതുകൊണ്ട് 2 വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒട്ടും നേരം വൈകണ്ട നമ്മൾ വീഡിയോയിൽ കിടക്കാം. ഓക്കെ, ഇപ്പോൾ എവിടെ നോക്കിയാലും കാണാൻ പറ്റുന്ന 2 സാധനങ്ങളാണ് ഈ ഒരു വാസലിൻ്റെ ഗ്ലൂട്ടാഹയ സിറമിൻ ലോഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സംഭവം. അതേപോലെ തന്നെ ഈ വാസലിൻ്റെ തന്നെ കൊക്കോ റേഡിയൻ ബോഡി ഓയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സാധനം. എനിക്ക് തോന്നുന്നു ഈ വാസലിൻകാർക്ക് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന്. അതായത് അവരിങ്ങനെ ഒരു പാട്ടിന് ഇങ്ങനെ ഒരു സൈലൻ്റ് ആയിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ടീമായിരുന്നു. അങ്ങനെ വലിയ ഇതൊന്നും അല്ലെന്നെങ്കിലും അവരുടെ വാസലിൻ അല്ലെങ്കിൽ അവരുടെ ബോഡി ലോഷൻ അങ്ങനെയൊക്കെ ആയിട്ടുള്ള വലിയ വലിയ സംഭവങ്ങളൊന്നും അല്ലെങ്കിലും അങ്ങനെ ഒരു മൂലയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതായിരുന്നു. ഇപ്പോൾ ഒരു ഭയങ്കര എന്തൊക്കെയോ കാര്യമായിട്ടൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ട് അവരെന്തെങ്കിലും ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. എനിക്ക് തോന്നുന്നു വേറെ പുതിയ ഏതെങ്കിലും ജോലിക്കാരെയൊക്കെ വെച്ചിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു മാറ്റം എന്നറിയില്ല. കാരണം അവരാണ് ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനത്തെ പുതിയ ഇന്നോവേഷനും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇത് ഭയങ്കര ഹിറ്റാണ്. ഈ സാധനം നല്ല അടിപൊളിയാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മളിത് 2ാമത്തെ ബോട്ടിലോ മറ്റോ ആണ് ഇത് യൂസ് ചെയ്യണത്. ഇത് നല്ല വെർത്തായിട്ട് തോന്നി. നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. 200 സംതിങ് ഒക്കെ ഉള്ളൂ വില. അപ്പോൾ 2 നേരം, ഒരു ദിവസത്തിൽ 2 നേരമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല മാറ്റം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇത് വെർത്തായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അടുത്തത് ഇവരുടെ ഈ ഒരു വാസലിൻ്റെ കൊക്കോവ റേഡിയൻ ബോഡി ഓയിലാണ്. ഈ സംഭവം ഉണ്ടല്ലോ, ഇതെനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇന്ത്യയിൽ ഇങ്ങനെ ഇറങ്ങി വരണുള്ളൂ. അതായത് നമുക്ക് നൈക്കയിലും അതേപോലെ തന്നെ അങ്ങനെ പൊതുവെ എല്ലായിടത്തും ഞാൻ അത് കണ്ടില്ല. നമ്മുടെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അങ്ങനെ 2-3 സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ സംഭവം കിടുവാണ് കേട്ടോ. അതായത് ഇത് നമ്മളുടെ ബോഡി ലോഷനില്ലേ, ബോഡി ലോഷന് പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പിലുള്ള ഒരു ജെൽ കൺസിസ്റ്റൻസിയിലുള്ളൊരു ബോഡി ഓയിലാണ്. അതായത് നമ്മുടെ സാധാരണ ഇത് കണ്ടോ ഇങ്ങനെ ഒരു വെള്ളം പോലത്തെ ഒരു സംഭവമാണ്, ഇങ്ങനെ ഒരു ഇതാണ്. ഇത് ഒരു ജെൽ കൺസിസ്റ്റൻസിയിൽ വരുന്ന ഒരു ബോഡി ഓയിലാണ് കേട്ടോ. നമ്മുടെ കയ്യിലും കാലിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചെറിയൊരു മിനുമിനുപ്പും കാര്യങ്ങളും കണ്ടോ, നല്ലൊരു നൈസായിട്ടുള്ള ഒരു ഗ്ലോ ഉണ്ടാവും നമ്മുടെ കയ്യിലും കാലിലൊക്കെ. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ആ ഒരു എണ്ണ ഉപയോഗിക്കുന്ന പോലെയല്ല, എണ്ണ തേച്ച് കഴിഞ്ഞാൽ ഒരു വളവള ടൈപ്പല്ലേ, അതങ്ങനെ അല്ല ഉണ്ടാവുക. നൈസായിട്ടുള്ളൊരു നൈസായിട്ടുള്ളൊരു ഇതുണ്ടാവും. പക്ഷേ ഇതിന് ഇത്രയും വില എന്താണെന്ന് എനിക്കറിയില്ല. 600 സംതിങ് ഒക്കെ ഇതിൻ്റെ വില വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും പൈസ കൊടുത്ത് മേടിച്ച് യൂസ് ചെയ്യാനുള്ളത് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നഷ്ടമാവില്ല. പക്ഷേ ഇത്രയും പൈസ കൊടുത്ത് നമ്മൾ സാധാരണ ബോഡി ലോഷനേക്കാളും ഉള്ളതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അങ്ങനെ ഈ ഒരു ഫീലിന് വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഒരു ചെറിയൊരു ഒരു ഇതിൻ്റെ ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ്. നമ്മുടെ സ്കിന്നിലൊക്കെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് ഇരിക്കും നമ്മുടെ സ്കിന്നൊക്കെ. അതുകൊണ്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്, നഷ്ടം ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതാണ് നമ്മളുടെ വാസലിൻ്റെ ഈ ഒരു റേഡിയൻ ബോഡി ഓയിൽ കേട്ടോ. അടുത്തത് ഈ ഒരു കെമിസ്റ്റ് അറ്റ് പ്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഡെയിലി എക്സ്ഫോളിയേറ്റിംഗ് ബോഡി വാഷാണ് കേട്ടോ. അതായത് ഈ ഒരു ലാക്റ്റിക് ആസിഡ് 4% സാലിസിലിക് ആസിഡ് വൈറ്റമിൻ ഇ ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ബോഡി വാഷാണ്. ഇതിൻ്റെ റീൽസും ഷോർട്സൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് ഒരു കയ്യിൽ അവരിട്ട് വാഷ് ചെയ്യും, അടുത്ത കൈ കഴുകി കഴിഞ്ഞാൽ ഇത് കറുത്തിരിക്കും, ഇത് വെളുത്തിരിക്കും, അല്ല ഇത് വെളുത്തിരിക്കും, ഇത് കറുത്തിരിക്കും. അങ്ങനെ നിങ്ങളൊരു ആഡ് പോലത്തെ സംഭവം കണ്ടിട്ടുണ്ടാവും. അങ്ങനെ തന്നെയാണ് ഞാനും ഇത് കാണുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഒരു 3ാമത്തെ ആഴ്ചയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അപ്പോൾ എനിക്കങ്ങനെ കാര്യമായിട്ട് ടാൻ മാറിയോ അങ്ങനെയൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ഫീൽ ചെയ്തില്ല. പക്ഷേ നമ്മളുടെ ഈ പുറത്തൊക്കെ ഉണ്ടാവുന്ന ചെറിയ ചെറിയ കുരുക്കളൊക്കെ ഉണ്ടാവുമല്ലോ, അതായത് ഈ ബോഡി ആക്നെ, അതായത് ഈ കുരു പോലത്തെ ചെറിയ ചെറിയ കുരുക്കൾ, അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്തിട്ടുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു. വേറൊരു കാര്യമുള്ളത്, ഈ ഒരു കെമിസ്റ്റ് അറ്റ് പ്ലേ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ അതിൽ പ്രൊമോഷൻ പാറ്റേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗർ സോപ്പ് അവരുടെ ഒരു പ്രൊമോഷനും സെയിം ഒരു പാറ്റേണിലാണ് പോകുന്നത്. അതായത് അവർ ഒരു കയ്യിൽ തേക്കുന്നു, മറ്റേ കയ്യിൽ ആ ഒരു
തേക്കുന്നില്ല. അപ്പോൾ ഈ ഒരു കൈ വെളുക്കുന്നു, ഈ കൈ കറക്കുന്നു, അങ്ങനെയുള്ളൊരു ഇതാണ്. അപ്പോൾ സെയിം ആണ്. പക്ഷേ നമ്മൾ ഏകദേശം നമ്മളൊരു 5 മാസത്തോളം ഗർ സോപ്പ് നമ്മൾ യൂസ് ചെയ്തിട്ട്, എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മണമുള്ളൊരു സോപ്പ് ഒരു 5 മാസം നമ്മൾ യൂസ് ചെയ്തു എന്നല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് എനിക്ക് അങ്ങനത്തെ ഒരു പ്രത്യേകിച്ച് ഒരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ ഗർ സോപ്പിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ഫാർ ബെറ്റർ ആണ്. അതായത് മൈൽഡായിട്ടുള്ളൊരു ടാനൊക്കെ മാറുന്നുണ്ടെങ്കിലും നമ്മുടെ ബോഡിയിൽ ആ ഒരു ആക്നി കാര്യങ്ങളൊക്കെ നന്നായിട്ട് മാറ്റുന്നുണ്ട്. ആ ഒരു കാര്യത്തിൽ ഇത് സൂപ്പറാണ്, അതിൽ ഒരു മാറ്റമില്ല. ഓൾമോസ്റ്റ് സെയിം പ്രൈസ് ഒക്കെ തന്നെയാണ്. ഇതൊരു 300 രൂപ ആ റേഞ്ചിലാണ് ഞാൻ ഓഫറിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സോപ്പ് ഏകദേശം ഒരു സോപ്പ് ഒരു 2 ആഴ്ചയൊക്കെ അല്ലെങ്കിൽ മാക്സിമം ഒരു 10-20 ദിവസമൊക്കെ തന്നെ നിൽക്കുന്നുള്ളൂ. നമ്മൾ എങ്ങനെ ഭയങ്കരമായിട്ട് സൂക്ഷിച്ച് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയ്ക്കും ഭയങ്കര ഇത് ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു സോപ്പാണത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എത്രയോ ബെറ്റർ ആണ്. ഇതിൽ നല്ല രീതിയിൽ ക്വാണ്ടിറ്റിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സോപ്പ് അട്ടർ ഫെയിലിയർ ആയിരുന്നു എനിക്ക്. പിന്നെ ഓരോരുത്തരുടെ ബോഡി ഡിഫറെൻ്റ് ആണ്. നമുക്ക് അറിയാലോ, ഓരോ ഇൻഡിവിജ്വൽസിനും നമുക്ക് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ പലരും ആ ഒരു വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഗർ സോപ്പ് യൂസ് ചെയ്തിട്ടുള്ളതിൽ. അപ്പോൾ അതിൽ ആ ഒരു വീഡിയോ ചെയ്തപ്പോൾ പലർക്കും പല എക്സ്പീരിയൻസ് ആണ്. ചിലവർക്കൊക്കെ നല്ലപോലെ ഗർ സോപ്പ് വർക്കിംഗ് ആണെന്ന് പറഞ്ഞു, ചിലവർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ അട്ടർ വേസ്റ്റ് ആയിരുന്നു, പൈസ പോയി എന്നും പറഞ്ഞു. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഞാൻ പറയുന്നത്. ഓക്കെ, അടുത്തത് ഒരു ടോണറാണ് കേട്ടോ. ഒരു കൊറിയൻ പ്രൊഡക്റ്റ് ആണ്. ഈ ഒരു ടോണർ നിങ്ങൾ എല്ലായിടത്തും കണ്ടിട്ടുണ്ടാവും. ഈ ഒരു അനുവ 77% ഹാർട്ട് ലീഫ് സൂത്തിങ് ടോണർ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇത് ഭയങ്കര ഒരു പോപ്പുലർ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആയിരുന്നു. അത്രയും യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം 3/4 ഞാൻ തീർത്തിട്ടുണ്ട്. ബാക്കി ഇനി ഇത്രയും കൂടിയേ ബാക്കിയുള്ളൂ. ഇത്രയും യൂസ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഹോണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും തന്നെ തോന്നിയിട്ടില്ല. ഒരു ഡിഫറൻസും തോന്നിയിട്ടില്ല. അപ്പോൾ എനിക്കറിയില്ല ഇത് എനിക്കുള്ള ഒരു ഇതാണോ എന്തോ സംഭവം എന്നറിയില്ല. പ്രത്യേകിച്ച് അങ്ങനെ നമ്മൾ പ്രത്യേകിച്ചൊരു ഇത് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇതെന്തെങ്കിലും നല്ലൊരു ഹൈഡ്രേഷൻ കാര്യങ്ങളും തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഇല്ല. ജസ്റ്റ് ഇതൊരു വെള്ളം പോലത്തെ ഒരു ടോണറാണ്. ഇങ്ങനെ ഒരു വെള്ളം പോലെ ഇരിക്കും സാധനം. ഇത് നമ്മൾ യൂസ് ചെയ്തിട്ട് വലിയ ഉപകാരം അങ്ങനെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഇത് അങ്ങനെ പ്രത്യേകിച്ച് എനിക്കൊരു ഹൈപ്പും തോന്നിയില്ല. ഈ ടോണറിന് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാർ ബെറ്റർ ആണ് നമ്മളുടെ ഭയങ്കര വൈറലായിട്ടുള്ള ഇൻ്റർനെറ്റ് മൊത്തം കത്തിച്ച ടോണി മോളിയുടെ വണ്ടർ സെറമൈഡ് മോച്ചി ടോണർ. ഇത് നല്ലതായിരുന്നു. അതായത് നമ്മുടെ സ്കിന്നിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഹൈഡ്രേറ്റഡ് ആയിട്ടും അതേപോലെ തന്നെ നല്ല പ്ലംപി ആയിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇത് നല്ലതായിരുന്നു. ഇത് പക്ഷെ അങ്ങനെയൊന്നും ചെയ്തില്ലെന്നുണ്ടെങ്കിലും ഇതൊരു എന്താ പറയുക, ഒരു സൂത്തിങ് ടോണറാണ്. അതായത് നമുക്കിങ്ങനെ ആ ഒരു റെഡ്നെസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ടോണറാണ്. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ഇത് നല്ല പോലെ നമുക്ക് നല്ല ഒരു ഹൈഡ്രേറ്റഡ് ആയിട്ട് നല്ല ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫീൽ ഉണ്ടാവും. ഇതിൻ്റെ ഒരു ഗുണം ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ക്വാണ്ടിറ്റി കണ്ടോ. ഇത് നമുക്ക് ഏകദേശം എങ്ങനെ പോയാലും 6-7 മാസം നിൽക്കും. ഇത് എങ്ങനെ പോയാലും ഒരു വർഷത്തിൻ്റെ അടുത്ത് നമുക്ക് യൂസ് ചെയ്യാൻ, കയ്യിലും കാലിലും എങ്ങനെ തേച്ചാലും ഇത് അങ്ങനെ ഇങ്ങനെയൊന്നും തീരൂല. അപ്പോൾ എന്തായാലും ഇത് നല്ല വെർത്തായിരുന്നു. പിന്നെ ഈ ഒരു വൈറൽ ടോണറിനേക്കാളും എനിക്ക് കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടം നമ്മളുടെ ഈ ഒരു വൈറൽ പ്രൊഡക്റ്റാണ്. നമ്മളുടെ കൊറിയൻ സംഭവം കോസാറെക്സിൻ്റെ ഈ ഒരു അഡ്വാൻസ്ഡ് സ്നെയിൽ മ്യൂസിൻ പവർ എസൻസ്. ഇതെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും. പക്ഷേ ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും സ്യൂട്ടാവും പക്ഷേ ഇത് അങ്ങനെ എല്ലാവർക്കും സ്യൂട്ടാവുന്ന ഒരു സാധനമല്ല കേട്ടോ. ആദ്യമൊക്കെ എനിക്കും ഇത് ഇങ്ങനെ ഇടുന്ന സമയത്ത് ഭയങ്കര റിയാക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ചെറിയ കുരുക്കൾ പോലെയൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്കത് ശരിയായി. എനിക്ക് അങ്ങനെ പിന്നെ പ്രത്യേകിച്ച് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം തുടക്കത്തിൽ എനിക്കിത് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ കാര്യങ്ങളിങ്ങനെ ഒരുമാതിരി കുരുക്കളൊക്കെ വരണ പോലെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് കുറച്ച് സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതായുള്ളൊരു സാധനമാണ്, എല്ലാവർക്കും സ്യൂട്ട് ആവാത്തതുകൊണ്ട് തന്നെ. പക്ഷെ ഇത് നല്ല ഹൈഡ്രേഷനും കാര്യങ്ങളാണ്. നമ്മൾ ഫേസിലിട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഹൈഡ്രേഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് കുറച്ചും കൂടി നല്ല പോലെ എഫക്റ്റീവായിട്ട് തോന്നി ഈ ഒരു വൈറൽ സാധനം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും വൈറൽ പ്രോഡക്ട്സിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതിൻ്റെ ബാക്കി, അതായത് ഈ ഒരു പ്രോഡക്ട്സിൻ്റെ ബാക്കി വൈറൽ പ്രോഡക്ട്സുകളുടെ ബാക്കി ഭാഗം നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.